പഴമയുടെ രുചിക്കൂട്ടിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഇടിച്ച കാന്താരി ചിക്കൻ ആണ്. ഇനി വീഡിയോയിലേക്ക് പോകാം. 1/2 കിലോ കഴുകി വൃത്തിയാക്കിയ ചിക്കൻ, 1/2 സ്പൂൺ ഗരം മസാല പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കാന്താരി മുളക്, വെളുത്തുള്ളി, പച്ചക്കുരുമുളക്, ഇഞ്ചി, കറിവേപ്പില, ചെറിയ ഉള്ളി, പിന്നീട് ആവശ്യത്തിന് തേങ്ങാപ്പാൽ. തയ്യാറാക്കാൻ ആവശ്യമായ കൊച്ചുള്ളിയും കാന്താരിയും വെളുത്തുള്ളിയും പച്ചക്കുരുമുളകും ഇഞ്ചിയും ചതച്ചെടുക്കാം. തയ്യാറാക്കി വെച്ച എല്ലാ ചേരുവകളും ചിക്കനിലേക്ക് മിക്സ് ചെയ്യാം. ചിക്കൻ മിക്സ് ചെയ്യുമ്പോൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ചിക്കൻ വേകുമ്പോൾ അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിക്കോളും. സ്റ്റൗ ഓൺ ആക്കാം. അതിലേക്ക് പാത്രം വെച്ച് കൊടുക്കാം. പാത്രം ഒന്ന് ചൂടായതിനു ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിനു ശേഷം കടുക് ഇട്ട് കൊടുക്കാം. കടുക് മുഴുവൻ പൊട്ടി കഴിയുന്നതിന് ശേഷം ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെക്കാം. ഇനി 20 മിനിറ്റ് നേരം വേവാൻ വെക്കാം. അല്പം കുറച്ച് വെക്കാം. പതിനഞ്ച് മിനിറ്റോളമായി. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം. ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. ഏകദേശം പകുതി വേവോളമായി. ഇനി 5 മിനിറ്റ് കൂടെ വേവാൻ അടച്ചു വെക്കാം.
ഇപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മുടെ കാന്താരി ചിക്കൻ പാകമായിട്ടുണ്ട്. നല്ല മണമുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് പകരാം. കരിയാപ്പല ഇതിന്റെ മുകളിലേക്ക് വെക്കാം. നമ്മുടെ രുചികരമായ കാന്താരി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇതെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം.